നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുഡിൻ്റെ യൂസേജ് ആണ്. മോഡ്യൂൾ 24 ആണ്. കുഡിൻ്റെ അർത്ഥം പറയുന്നത് കഴിഞ്ഞു, പറ്റി, സാധിച്ചു എന്നുള്ളതൊക്കെയാണ് അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഐ കുഡ് അറ്റൻഡ് ഇൻ്റർവ്യൂ എന്ന് പറയാം, വെരി വെൽ എന്ന് പറയാം. ഓക്കെ, എനിക്ക് കാണാൻ പറ്റി, ഐ കുഡ് സീ. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ പറ്റി, ഐ കുഡ് മീറ്റ് ഹിം. ഓക്കെ, എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റി, ഐ കുഡ് അറ്റൻഡ് ദി എക്സാം വെരി വെൽ എന്നൊക്കെ പറയാം. ഓക്കെ, ഐ കുഡ് റൈറ്റ് ദി എക്സാം വെരി വെൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ കുഡ് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഐ കുഡ് സിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റി, സാധിച്ചു, എനിക്ക് പാടാൻ സാധിച്ചു. ഇന്നലെ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പാടാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. നിനക്ക് ഡാൻസ് ചെയ്യാൻ സാധിച്ചു, നിനക്ക് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ പറ്റി എന്നാണ് അർത്ഥം പറയുന്നത്. ദേ കുഡ് ആക്ട്, അവർക്ക് അഭിനയിക്കാൻ പറ്റി. ഓക്കെ, പറ്റും എന്നുള്ളത് ക്യാനാണ്, അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. ഓക്കെ, വി കുഡ് പെയിൻറ്റ്, ഞങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. വി കുഡ് പെയിൻറ്റ്, ഞങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഹി കുഡ് ഡിസൈൻ ജ്വല്ലറി, അവന് ജ്വല്ലറി ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ചെയ്യാൻ സാധിച്ചു, ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഹി കുഡ് സ്പീക്ക് ഇൻ പബ്ലിക്, അവന് പബ്ലിക്കിൽ സംസാരിക്കാനായിട്ട് സാധിച്ചു, കഴിഞ്ഞു, പറ്റി. ഓക്കെ, ദേ കുഡ് ഡ്രോ, അവർക്ക് വരയ്ക്കാൻ സാധിച്ചു, വരയ്ക്കാൻ പറ്റി, വരയ്ക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാം. ഐ കുഡ് വാക്ക്, എനിക്ക് നടക്കാൻ പറ്റി. ഓക്കെ, ഇനി പറ്റിയില്ല എന്നാണെങ്കിലോ കുഡിൻ്റെ പറയാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഐ കുഡിൻ വാക്ക്, എനിക്ക് നടക്കാൻ പറ്റിയില്ല എന്ന് പറയാം. യു കുഡ് റൺ, നിനക്ക് ഓടാൻ സാധിച്ചു, നിനക്ക് ഓടാൻ കഴിഞ്ഞു, നിനക്ക് ഓടാൻ പറ്റി. വി കുഡ് ജംപ്, ഞങ്ങൾക്ക് ചാടാൻ പറ്റി, ഞങ്ങൾക്ക് ചാടാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് ചാടാനായിട്ട് സാധിച്ചു. ഹി കുഡ് നിറ്റ്, അവന് തുന്നാൻ പറ്റി. ഓക്കെ, ഹി കുഡ് സ്കിപ്പ്, അവന് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഹി കുഡ് സ്കേറ്റ്, സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് അവന് സാധിച്ചു, കഴിഞ്ഞു, പറ്റി. എവ്രിബഡി കുഡ് ഡ്രൈവ്, എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു. ദേ കുഡ് പ്ലേ ചെസ്, അവർക്ക് ചെസ്സ് കളിക്കാനായിട്ട് സാധിച്ചു. ഐ കുഡ് റൈഡ് ബൈക്ക്, എനിക്ക് ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. വി കുഡ് പ്ലേ ബാസ്കറ്റ് ബോൾ, ഞങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് സാധിച്ചു, കഴിഞ്ഞു, പറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. ഷീ കുഡ് ബിൽഡ് തിങ്സ്, അവൾക്ക് വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ പറ്റി. ഹി കുഡ് ക്ലൈംബ്, അവന് കയറാൻ പറ്റി. ഹി കുഡ് ക്ലൈംബ്. ഓക്കെ, ഹി കുഡ് ഹൈക്ക്, അവന് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റി. ഹൈക്കിംഗ്, ഇതാണ് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. സോ അവന് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റി. മനസ്സിലായല്ലോ. അപ്പോൾ പറ്റും എന്നാണെങ്കിൽ എബിലിറ്റീസ്, പ്രസൻറ്റ് എബിലിറ്റീസ് പറയാനായിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്തു. പറ്റി, സാധിച്ചു, കഴിഞ്ഞു, എനിക്ക് പോകാൻ പറ്റി, എനിക്ക് നടക്കാൻ പറ്റി, എനിക്ക് അവനെ കാണാൻ പറ്റി, അതൊക്കെ നമ്മൾ കുഡ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെ പഠിച്ചു, നമ്മൾ വില്ല്, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ് വരെ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മേയും മൈറ്റും ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു.